അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഇനി മുഖദ്ദിമ കഴിഞ്ഞ് നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫിഖ്ഹ് എന്നുള്ളത് 4 ഭാഗങ്ങളാണ്. ഇബാദാത്ത്, മുബായഅത്ത്, മുനാകഹാത്ത്, ജിനായാത്ത്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ ആരാധനകൾ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതും അനുബന്ധമായ വിഷയങ്ങളും. മുബായഅത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം, ഇടപാട്, റഹിൻ, പണയം, റിബ, പലിശ, ഇങ്ങനെ ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അതിൽ ചർച്ച. മുനാകഹാത്ത് എന്നാൽ നിക്കാഹ്, തൊലാഖ്, ഇദ്ദ ആദിയായ വിഷയങ്ങൾ. ജിനായാത്ത് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയകൾ, ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്തുള്ള നിയമങ്ങൾ, ശിക്ഷാ നടപടികൾ, ഇതൊക്കെയാണ് അതിൽ ചർച്ച. ഇതിൽ നമ്മൾ ഇബാദത്തിലേക്കാണ്, ആദ്യം ഇബാദത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇബാദത്തുകളിൽ ഒന്നാമതായിട്ടുള്ളത് നിസ്കാരമാണ്. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബാബു സ്വലാ, നിസ്കാരത്തെക്കുറിച്ചുള്ള അധ്യായം. സ്വലാത്ത്, നിസ്കാരം. സ്വലാത്ത് എന്നാൽ അതിൻ്റെ ഭാഷാർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥന എന്നാണ്. സാങ്കേതികമായിട്ട് അഥവാ ശർഇന്റെ ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ്. ശർഇന്, നമ്മുടെ ശരീഅത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത് അതിനാണ്. ഹിയ, നിസ്കാരം, അത് ശർഅൻ, ശർഇൽ. ചിലയിടത്തൊക്കെ ഇസ്തിലാഹെന്നും കാണും, ചില കിതാബുകളിലൊക്കെ അങ്ങനെ. ശർഇന്റെ സാങ്കേതിക ഭാഷയിൽ അത് അഖ്വാലുൻ, വാക്കുകളാണ്, വഅഫ്ആലുൻ, പ്രവൃത്തികളുമാണ്, മഖ്സൂസത്തുൻ, പ്രത്യേകമായ. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, എന്തെങ്കിലും ചെയ്താൽ പോരാ, പ്രത്യേകമായ ചില വാക്കുകളുണ്ട്, പ്രത്യേകമായ ചില പ്രവർത്തികളുണ്ട്, അതാണ്. മുഫ്തതിഹത്തുൻ ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് തുടങ്ങുന്ന. മുഖ്തതിമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിക്കുന്നതുമായ പ്രത്യേക വാക്കുകളും പ്രവർത്തികളുമാണ്. വസുമ്മിയത്, അവക്ക് പേര് വെക്കപ്പെട്ടു. ഈ പ്രത്യേക വാക്കുകൾക്കും പ്രവർത്തികൾക്കും പേര് വെക്കപ്പെട്ടു. ബിദാലിക, സ്വലാത്ത് എന്ന ഒന്നുകൊണ്ട് പേര് വെക്കപ്പെട്ടു. ഇഷ്തിമാലിഹ, ആ പ്രത്യേക വാക്കുകളും പ്രത്യേക പ്രവർത്തികളും ഉൾക്കൊണ്ടതിന് വേണ്ടി, അലസ്വലാത്തി, പ്രാർത്ഥനയുടെ മേൽ, ലുഗത്തൻ, ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുടെ മേൽ, സ്വലാത്തിൻ്റെ മേൽ. വഹിയ, ലുഗത്തൻ സ്വലാത്ത്, ഭാഷാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, പ്രാർത്ഥന എന്നാണ്. അപ്പോൾ നമ്മളിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ, കൈകെട്ടി ഫാത്തിഹ ഓതി, റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലെ ഇരുത്തം, സുജൂദ്, അങ്ങനെ അത്തഹിയ്യാത്ത് ചൊല്ലി സലാം വീട്ടി അവസാനിപ്പിക്കുന്നത്. ഈ പ്രത്യേക വാക്കുകളും പ്രവർത്തികളും, ഇതിനെക്കുറിച്ച് പ്രാർത്ഥന എന്നർത്ഥമുള്ള സ്വലാത്ത് എന്ന് പേര് പറയപ്പെട്ടത് ആ പ്രത്യേക വാക്കുകളും പ്രവർത്തികളിലും പ്രാർത്ഥന ഉൾക്കൊണ്ടതിനാലാണ്. വൽ മഫ്റൂളാത്തുൽ ഐനിയ, ഫർള് ഐനായ ഖംസുൻ, 5 നിസ്കാരങ്ങൾ പലതുണ്ട്.
അതിൽ ഓരോ ആളുകൾക്കും വൈയക്തികമായി നിർബന്ധ ബാധ്യതയായി വരുന്ന നിസ്കാരങ്ങൾ ഖംസുൻ 5 എണ്ണമാണ്. കുല്ല യൗമിൻ വലൈലത്തിൻ എല്ലാ പകലിലും രാത്രിയിലും. മഅലൂമത്തും മിനദ്ദീനി ബിൽളറൂറ ദീനിൽ അനിവാര്യമായ നിലയിൽ അറിയപ്പെട്ടതായ ഈ 5 നേരത്തെ നമസ്കാരങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ അറിയപ്പെട്ടവയാണ്. ദീനിൽ അറിയപ്പെട്ടവയാണ്. ബിൽളറൂറ പറഞ്ഞാൽ അനിവാര്യമായോ എന്ന് പറഞ്ഞാൽ അത് 5 നിസ്കാരം, 5 നേരത്തെ നിസ്കാരം അത് പഠിക്കാൻ മദ്രസയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് പഠിക്കാൻ വയല് കേൾക്കേണ്ട ആവശ്യമില്ല. അത് പഠിക്കാൻ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു മുസ്ലിമായി ജനിച്ച ഏതൊരാൾക്കും അറിയാവുന്ന രൂപത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഫയക്ഫുറു ജാഹിദുഹാ അപ്പോൾ അതിനെ നിഷേധിക്കുന്നവൻ കാഫിറാകും. ജാഹിദ് നിഷേധിക്കുക, കാഫിർ എന്ന് പറഞ്ഞാലും നിഷേധിക്കുക എന്നാണ്. പിന്നെ കാഫിറും ജാഹിദുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കാഫിർ എന്നുള്ളതൊരു സാങ്കേതിക പദം കൂടിയാണ്. ജാഹിദ് എന്നങ്ങനെ പറയാറില്ല, കാഫിർ എന്നാണ് പറയാറുള്ളത്. അതൊരു തെറിവാക്കൊന്നുമല്ല. അത് ദീനിൽ മുഅ്മിൻ, കാഫിർ ഇങ്ങനെയാണ് പറയാറുള്ളത്. വലം തജിത്തമി ഹാദിഹിൽ ഖംസു ഈ 5 നിസ്കാരങ്ങൾ ഒരുമിച്ചിട്ടില്ല. ലിഗൈരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്തവർക്ക് ഒരുമിച്ചിട്ടില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും നിസ്കാരങ്ങളുണ്ട്. അവർക്ക് ഓരോ നേരത്തെ ഏതെങ്കിലുമൊക്കെ നിസ്കാരങ്ങളാണ്. ഈ 5 നിസ്കാരങ്ങളായിട്ട് ഈ ഒരുമിച്ച് വന്നത് അതാർക്ക് മാത്രമാണ്? നമ്മുടെ നബിക്കും അവിടുത്തെ ഉമ്മത്തികൾക്കും മാത്രമാണ്. വഫുരിളത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ലൈലത്തുൽ ഇസ്രാഇന്റെ രാത്രി. ബഅദൻ നുബുവത്തിന്റെ ശേഷം. ബിഅശ്രി സിനീൻ 10 വർഷവും വസലാസത്തി അശ്ഹുരിൻ 3 മാസവും കഴിഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയല്ലോ. അതിന്റെ ശേഷം 10 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രാഇന്റെ രാത്രിയാണ്. അതന്നെ എന്നാണ് തീയതി പറഞ്ഞാൽ ലൈലത 27 മിൻ റജബ്, റജബിൽ നിന്നുള്ള 27ന്റെ രാത്രിയിൽ ഇസ്രാഇന്റെ രാവിനാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നമുക്കറിയാലോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശവും അതിനപ്പുറമുള്ള അള്ളാഹുവിൻ്റെ ലിഖായിലേക്കും, അങ്ങനെ അള്ളാഹിനെ കണ്ട് അള്ളാഹു നൽകിയ സമ്മാനമായിരുന്നു 50 നേരത്തെ നമസ്കാരം. അത് മൂസാനബിയെ വഴിയിൽ വെച്ച് കണ്ട് മൂസാനബി നിർദ്ദേശിച്ചതനുസരിച്ച് 9 തവണ പോയി 45 ചുരുക്കി 5 റക്അത്താക്കി, 5 വക്ത് നിസ്കാരമാക്കി കിട്ടി. നമുക്കറിയാവുന്ന സംഭവമാണ്. അതാണ് പറയുന്നത്. വലം തജിബ് സുബ്ഹു യൗമി തിൽക്കൽ ലൈലത്തി ആ രാത്രിയുടെ പകലിലെ സുബ്ഹി നിർബന്ധമായിട്ടില്ല. ഈ 27ന്റെ അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നല്ലോ, രാത്രി തന്നെ തിരിച്ചെത്തിയില്ലേ. എന്നിട്ട് സുബ്ഹി ഉണ്ടല്ലോ, ആ സുബ്ഹി നിർബന്ധമായിരുന്നില്ല. എന്തുകൊണ്ട്? ലിഅദമിൽ ഇൽമി ബികൈഫിയതിഹാ നിസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ച് അറിവില്ലാത്തതിന് വേണ്ടി. ലിഅദമിൽ ഇൽമി അറിവില്ലാത്തതിന് വേണ്ടി ബികൈഫിയതിഹാ അതിന്റെ രൂപത്തെക്കുറിച്ച്, നിസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ച്. കൈഫിയത്ത് കൈഫ എങ്ങനെ, കൈഫിയത്ത് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെല്ലേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ട് അത് നിർബന്ധമായിട്ടില്ല. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള നിസ്കാരങ്ങൾ നിർബന്ധമായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം തുടർന്ന് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.